സാറേ എന്തൊരു പരിപാടിയുടെ രാവിലെ ബാബു സാറേ അൻസാരി എത്തിക്കഴിഞ്ഞു പോകുന്നില്ലേ? എന്റെ രാവിലെ ചേട്ടാ പാർട്ടി എന്ന് പറഞ്ഞാൽ ചർച്ച വെള്ളവും വേണ്ട ഭക്ഷണം വേണ്ട ഉറക്കവുമില്ല. അതെ അതെ അതെ, ഇതുപോലെ പാർട്ടിയിലും ചർച്ച കിടക്കുന്ന ഒരു മനുഷ്യൻ. കഴിക്കും സാറേ, ബാബു സാറേ കഴിക്കും. ഇതോടെ രണ്ടുപേരുടെ എന്നെ കുറിച്ച് വേണ്ടാദിനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് സാറിനെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല. കേരുവാ അടുത്ത ഇലക്ഷനെ ഒരു MLA ആകാൻ സാധ്യത ഉണ്ടെന്ന് ഇദ്ദേഹം രാഘവൻ ചേട്ടൻ പറയുമായിരുന്നു. തീർച്ചയായിട്ടും MLA ആകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ചർച്ച കിടക്കുന്ന മനുഷ്യന് ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കൊണ്ടൊന്നും പറ്റത്തില്ല, നിയോഗമാ. MLA നമുക്കൊരു MLA ആകാനുള്ള സർവ്വ സാധ്യതകളും ഇക്കുറി തെളിഞ്ഞു കിടപ്പുണ്ട്. അനുസരണമുണ്ട്. ഇരിക്കും. താങ്ക് യു. പ്രതീക്ഷയില്ല പെട്ടെന്ന് വരുന്നത്. ഇതൊക്കെ ഉള്ള മറ്റേ ഐറ്റംസിന്റെ ആൾക്കാരല്ലല്ലോ സാറേ നമ്മള്. നമുക്ക് പോവാൻ സമയമായി. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, ഈ അധികാരികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ചോദ്യം നമുക്ക് മനസ്സിലായി. ഈ കാട്ടിക്കുട്ടുന്ന കോപ്രാദികൾക്ക് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നല്ലേ? എന്നാ ഉണ്ട് സാറേ, ഇല്ലായിരിക്കാനെന്തോ. സത്യം ഭരിച്ചിട്ട് കാലങ്ങളായി. ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. നമുക്ക് പോകാനും സമയമായി. നമുക്ക് ഇറങ്ങാം. ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, സാറ് ചോദ്യത്തിന്റെ മറുപടി പറയാതെ എങ്ങനെയാ പോന്നേ? സാറേ, അധികാരിയുടെ കാര്യം ഇത് അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെ എന്താ പറയാനാ കേട്ടോ സാറേ, ഈ പൂച്ചക്കുഞ്ഞ് പാല് കുടിക്കുന്ന കണ്ണു കാണിച്ചോണ്ടല്ലേ. അപ്പോൾ അതിന് കാരണം എന്തുവാ? ഇതാരും കാണുന്നുള്ളത്, ഇതെല്ലാം പൊയ്യാളുകളെ കണ്ടുകൊണ്ടേയിരിക്കുക. അവരപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഈ പൊട്ടന്മാർ അറിയുന്നില്ല. പിന്നെ പൊയ്യാനുള്ള കുറെ മൗനം പാലിക്കുക. എന്തായിരുന്നല്ലേ അവന്മാർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി ഒന്നും അടിച്ചു മാറ്റിയില്ലെന്നാണ് തോന്നുന്നത്. എന്റെ സാറേ, ഇത് ആര് പറഞ്ഞു? അവരിന്ന് അടിച്ചു മാറ്റാവുന്നതിന്റെ പരമാവധി അവന്മാർ അടിച്ചു മാറ്റിയുള്ള ക്ഷേത്രക്കുളത്തിൽ കിടന്ന ഓടും സ്വർണവും ഒക്കെ അത് ഓടി കിട്ടുക അതിനൊക്കെ മാറ്റി. പിന്നെ ചെമ്പുകളും ഒക്കെ അത് തടിക്കട്ടോട്ട് മാറ്റി. പിന്നെ അകത്ത് കയറി വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പറ്റിയില്ല, അത് കേട്ട് കിടക്കാണ്ടേ നടക്കും. അതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ആ കുളത്തിനകത്തെ ഒരു വിഗ്രഹം കിടപ്പുണ്ടായിരുന്നു. അത് ആരുടെ സ്റ്റാച്ചു ഒന്നും അറിയില്ല. ഇതൊരു രാജാവിന്റെ ആണെന്നാ പറയുന്നത്. ചേരമാൻ പെരുമാളിന്റെയോ മറ്റോ ഉണ്ട്. അത് ആ കുളത്തിനകത്ത് ഇപ്പൊ കാണാനില്ല. സംഭവം ആ സ്വർണ്ണ വിഗ്രഹമായിരുന്നാണ് അറിവ്. അല്ല മാഷേ, ഈ അതിന്റെ അകത്ത് ഒരു അറ മാത്രം തുറന്നില്ല. അതെന്താ സംഭവം? അത് തുറക്കാതിരുന്ന അത് ഒരു അറ മാത്രം തുറക്കാതിരിക്കുന്നതിനകത്ത് ചെറിയ ബാലൻസെറ്റ് പറയുന്നൊക്കെ ഒരു സംഭവം ഉണ്ട് സാർ. അതെന്തോന്നു? ഈ ഞാൻ ചരിത്രം വലുതായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ വായിച്ചപ്പോൾ മനസ്സിലായത്, ചേരമാൻ പെരുമാൾ എന്ന രാജാവ് ഈ രാജ്യം വാണിരുന്നൊരു കാലം. ആ കാലയളവിൽ അദ്ദേഹം നല്ല വില്ലനും വിദഗ്ധനും മിടുക്കനുമായിരുന്ന അറിവ്. അദ്ദേഹം കർണാടക, തമിഴ്നാട്, നമ്മുടെ ഇപ്പോൾ കേരളം, ഇത് 3 രാജ്യം ചേർത്ത് 36 വർഷം കണ്ടിന്യൂ ആയിട്ട് ഭരിച്ചിരുന്നെന്നാണ് തെളിവ്. ആ അവസരം ചോളരാജാവുമായിട്ട് പോരാടി ചോളരാജാവിനെ തോൽപ്പിച്ച് ആ അമ്പലത്തിൽ ഇരുന്ന് സ്വർണ്ണ വിഗ്രഹം എന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ തേരും വണ്ടി എന്ന് പറയാം. തേര്, സ്വർണം കൊണ്ടുണ്ടാക്കിയ തേര്, ഇത് അടിച്ചു മാറ്റി അന്ന് ഈ റൂമിൽ കൊണ്ട് വച്ചിരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അത് തുറക്കാത്ത കാരണം അതാണ്. കോടിക്കണക്കിന് വില വരുന്ന വിഗ്രഹമാണ്. അപ്പോൾ ഇത് തുറന്നാൽ ആകെ പ്രശ്നമാകും. തന്നെയല്ല, ഇതിൻ്റെ അധികാരികൾ, വേണ്ടപ്പെട്ട ആൾക്കാർ ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഈ സത്യാവസ്ഥ അറിയത്തുമില്ല. അതാണ് അത് തുറക്കാതിരിക്കുന്നത്. അല്ലാതെ കടൽ വെള്ളം കയറുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന സത്യം അല്ല രാജേട്ടാ. നിങ്ങൾക്ക് എന്നെ അറിവുള്ള അറിവുള്ളാവല്ലേ? അത് തീർച്ചയായിട്ടും അവിടെ പറഞ്ഞു അവസാനം 100% സത്യമാണ്. അവിടെ കടലിൽ വെള്ളമൊന്നും കയറുന്നില്ല. അതിനെ പിന്നിൽ എന്തോ പൈപ്പ് പറഞ്ഞു സത്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒളിച്ചേടി പോകുന്നത്. അല്ല, പക്ഷെ ചിലരൊക്കെ പറയുന്നത് അതിനടുത്ത് പോയി നിന്ന് ഈ കടലിന്റെ വെള്ളം എരമ്പുന്ന ശബ്ദം കേൾക്കാന്നൊക്കെ പറയുന്നത്. അത് കടലിലെ വെള്ളം എരമ്പുക അല്ലായിരിക്കും സാറേ. ഈ ഭീമമായ അതിനടിയിൽ ഒരു കടൽ പോലെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിനകത്ത് വിഗ്രഹവും അത് നിറച്ച് വെള്ളവും കൈക്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിഗ്രഹം. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഞാനും അത് ഇടയ്ക്ക് ഇപ്പോഴും ഒരു പ്രാവശ്യം കണ്ട് ലോറിക്ക് ഉണക്ക് കാലത്ത് വെള്ളം കൊണ്ട് ആ കുളത്തിനകത്ത് നിറയ്ക്കിയ പതിവുണ്ട്. കുറച്ചെങ്ങാണ്ട് മീൻ കിടപ്പുണ്ട്. അതെ അതെ, ആ വലിയ കുളത്തിനകത്ത് വെള്ളം, അതിനകത്ത് ഒരു പൈപ്പോ തൂമ്പോ ഉണ്ടാകും മുകളിലോട്ടും ഉണ്ട്. അത് കടലിലേക്ക് പോകുന്നത് ആയിരിക്കത്തില്ല. പണ്ടത്തെ രാജാക്കന്മാർക്ക് പോകാനും വരെയുള്ള ഗുഹയായിരിക്കാം. പക്ഷേ സംഭവം എന്തെങ്കിലും സത്യം കാണും. കടൽ വെള്ളം കയറുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഗുഹയ്ക്കകത്ത് ധാരാളം സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണ്ണപ്പടികളും സ്വർണ്ണ കട്ടികളും ഉണ്ട്. സാറിനോട് ഒരു കാര്യം പറയാം, രാമചേട്ടനും അറിയായിരിക്കും.
വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനോട് ചവിട്ടി കയറുന്ന 9 പടി കല്ല് ഏകദേശം 1 അടി ഹൈറ്റുള്ള സ്വർണ്ണക്കട്ടി ആയിരുന്നു. ഇന്ന് എന്ത് ചെയ്യും? അതുണ്ടോ? പോകാറുണ്ടോ? കാണാറുണ്ടോ?